ഷുവർ ആയിട്ടും ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം പരിചയപ്പെട്ടാലോ? ചോദ്യം ഇങ്ങനെയായിരിക്കും: താഴെ പറയുന്നതിൽ ഏത് സമയമാണ് 18:55 തുല്യമായിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈം ഈസ് ഈക്വൽ ടു 18:55? അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ 18:55 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 24 ക്ലോക്ക് ആണ്. അതായത് 24 മണിക്കൂർ ക്ലോക്ക്, റെയിൽവേ ടൈമാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്ലോക്ക് എന്ന് പറയുന്നത് 12 ക്ലോക്ക് ആണ് അല്ലെ? നമ്മുടെ ഫോണിൽ അതേപോലെ വാച്ചിൽ ക്ലോക്കിലൊക്കെ നോക്കുന്നത് 12 ടൈമാണ്. ഈ 12 ടൈം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളുടെ സമയം എന്ന് പറഞ്ഞാൽ AM PM മെൻഷൻ ചെയ്യണം. 24 ക്ലോക്കിൽ എന്ത് വേണ്ട? AM PM വേണ്ട. ഇവിടെ 18:55 എന്ന് പറഞ്ഞാൽ 24 ക്ലോക്ക് ആണ്. അതിനെ നമ്മുടെ സമയത്തിലേക്ക് മാറ്റണം. അതായത് 12 വരാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും 12 മൈനസ് ചെയ്യണം. ഈ തന്നിരിക്കുന്ന സമയത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 12 മൈനസ് ചെയ്യണം. 24 നിന്നും 12 വരാൻ നമ്മൾ എന്ത് ചെയ്യണം? 12 മൈനസ് ചെയ്യണം. അത്ര ആലോചിച്ചാൽ മതി. ഇവിടെ 5, ഇവിടെ 5, 8 നിന്ന് 2 പോയാൽ 6, 6:55 അല്ലേ? 6:55. ഞാൻ പറഞ്ഞു നമ്മളുടെ 12 വരുമ്പോൾ AM PM പറയണം. 24 18:55 എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം 6:55 PM ആണ്, വൈകുന്നേരമാണ് അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 6:55 PM ആണ്. ഇനി അടുത്തത് നോക്കുക, 10 AM. 10 AM എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയമാണ്. ഇത് 12 ക്ലോക്ക് ആണ്, 12 ആണ്. ഇതിനെ 24 മാറ്റണം. ഇതിനെങ്ങനെ 24 മാറ്റും? ഒരു ചേഞ്ച് വരുത്താനില്ല. രാവിലെ 10 മണി എന്ന് പറഞ്ഞാൽ AM ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതേപോലെ എഴുതിയാൽ മതി, വേറെ മാറ്റങ്ങളൊന്നുമില്ല. AM എന്ന് പറയുന്ന സമയത്തിനെ, അതായത് രാവിലെയുള്ള സമയത്തിനെ 12 24 മാറ്റാൻ നിങ്ങൾ ഒന്നും ആഡ് ചെയ്യേണ്ട, ഒന്നും സബ്ട്രാക്ട് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ആ AM എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. AM എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് എന്തായി? 24 ആയി. ഓക്കെ, അപ്പൊ ഇത്രയും കൃത്യതയോടുകൂടി അടിപൊളിയായിട്ട് നിങ്ങളെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പഠിപ്പിക്കുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ് നമ്മളുടെ പൃഥ്വി ബാച്ചിലെ എൻഡ് ഗെയിം ബാച്ച്. ഇത് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി ആയിട്ട് തുടങ്ങുന്ന ബാച്ചാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പഠിച്ച് നല്ല മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഫസ്റ്റ് മുതലേ നമുക്ക് പഠിച്ചെടുക്കാം.